ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്ക് SIT സംരക്ഷണം നൽകുന്നതായി ആക്ഷേപം. കടകംപള്ളിയുടെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി ഉണ്ടായിട്ടും ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാനോ തയ്യാറാകാതെ SIT നടപടിയിലും വിമർശനം ഉണ്ട്. കേസന്വേഷണം 90 ദിവസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാത്ത SIT നടപടിയിലും പരക്കെ വിമർശനം ഉയരുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്ന് സൂചിപ്പിക്കുന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തുവന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും കടകംപള്ളിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് കടകംപള്ളി തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു. കടകംപള്ളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായ സംശയങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കടകംപള്ളിക്കെതിരെ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കടകംപള്ളിയെ തുടർ ചോദ്യം ചെയ്യുവാനോ കസ്റ്റഡിയിലെടുക്കുവാനോ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുമില്ല. കടകംപള്ളിക്കെതിരായ കൃത്യമായ മൊഴിയുണ്ടായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതും അറസ്റ്റ് ചെയ്യാത്തതിനും കാരണം ഉന്നത ഇടപെടൽ മൂലമെന്നാണ് ആക്ഷേപം. കേസന്വേഷണം ആരംഭിച്ച് 90 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. SITയുടെ അനാസ്ഥ മൂലം കേസിലെ മുഖ്യപ്രതികളെല്ലാം ജയിൽ മോചിതരാകുന്ന സാഹചര്യമാണ് നിലവിൽ. അന്വേഷണ സംഘത്തിന്റെ അനാസ്ഥ ഹൈക്കോടതിയിലടക്കം വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വിശദമായ അന്വേഷണത്തിന് മുൻപായി ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഒപ്പം സന്നിധാനത്തെ കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കുറവുണ്ടായ സ്വർണം എത്രയെന്ന് കണ്ടെത്തുവാനുള്ള പരിശോധനയ്ക്കും അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതായിട്ടാണ് വിവരം. ജനം, തിരുവനന്തപുരം.